ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാമത്തെ ജയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കൃഷ്ണൻ. കൃഷ്ണനില്ല, അവിടെ കാമം ഉണ്ടെന്നുള്ള. ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കും. ഭഗവാനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. പ്രഭുപാദ് പറയുന്നു, മൊറാലിറ്റി ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി വലിയ സദാചാരത്തിലിരിക്കുന്നു, വലിയ നല്ല വ്യക്തിയാട്ടോ, നല്ല വ്യക്തിയാണ്. ആ വ്യക്തി എത്രത്തോളം കാലം നല്ല വ്യക്തിയാണ്? ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുന്നത് വരെ ആ വ്യക്തി നല്ല വ്യക്തിയാണ്. ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുന്നത് വരെ ആ വ്യക്തി നല്ല വ്യക്തിയാണ്. എൻ്റെ അർത്ഥം എന്താ? ആ വ്യക്തി ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വ്യക്തി നല്ല വ്യക്തിയാണ്. ഇതാണ് ഭക്തിയിലല്ലാത്ത നല്ല വ്യക്തികൾ എന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികൾ. മനസ്സിലാവുന്നുണ്ടോ? ചില വ്യക്തികൾ പറയാറില്ലേ, ആ വ്യക്തി ഭക്തിയൊന്നും ഇല്ല, നാമമൊന്നും ജപിക്കുക, പക്ഷെ വളരെ നല്ല വ്യക്തിയാണ്, ആരോടും അപമര്യാദയായിട്ട് പെരുമാറില്ല, അവര് നാമജപം അങ്ങനെ ഭക്തി അതൊന്നും ഇല്ല, പക്ഷെ ഉള്ളില് ഭയങ്കര നല്ല എന്താ ബഹുമാനം എന്നറിയാം. പ്രഭുജി പറയുന്നത് എന്താണ്? തെറ്റുകൾ ചെയ്തില്ല. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്യാൻ അവസരം കിട്ടില്ല. അതുകൊണ്ട് നമ്മളും പഠിക്കേണ്ടത് എന്താണ്? ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഭഗവാനെ കൊണ്ട് മാത്രമേ നമ്മളെ നന്നാക്കാൻ പറ്റൂ.